നമ്മൾ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് അല്ല ഓൺലൈൻ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഷോപ്പിഫൈയിൽ എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഷോപ്പിഫൈ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നമ്മളിന്ന് ഈ ഒരു സ്കില്ല് എങ്ങനെ നമുക്ക് പഠിക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ഗൂഗിളിൽ വരുന്നു, ഷോപ്പിഫൈ എന്ന് സെർച്ച് ചെയ്യുന്നു. ഷോപ്പിഫൈ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഷോപ്പിഫൈയുടെ സൈറ്റിലേക്ക് പോകും. ഇവിടെ വെറും 20 രൂപയ്ക്ക് നമുക്ക് 3 മാസം നമുക്ക് ഷോപ്പിഫൈ ഉപയോഗിക്കാം. അതായത് വെറും 20 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു ബിസിനസ് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഓൺലൈനിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രയൽ എടുക്കാൻ വേണ്ടി നമുക്ക് വെറും 20 രൂപയിൽ നമുക്ക് 3 മാസം ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. കണ്ടോ, അത് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ സ്റ്റാർട്ട് ഫോർ ഫ്രീയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് 3 മാസത്തേക്ക് ഇത് ഉപയോഗിക്കാം. നമ്മുടെ ഇമെയിൽ വെച്ച് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഷോപ്പിഫൈയിലേക്കാണ്. ഷോപ്പിഫൈയിലേക്ക് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഷോപ്പിഫൈ സൈറ്റിൻ്റെ ഡാഷ്ബോർഡ് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഷോപ്പിഫൈയുടെ ഒരു റിയൽ സ്റ്റോറാണ് നമ്മൾ ഈ കാണുന്നത്. ഇതുപോലെ ഒരു വെബ്സൈറ്റ് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഇതാണ് ഷോപ്പിഫൈയുടെ ഞാനിപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പിഫൈ സ്റ്റോർ. ആക്ച്വലി ഇതൊരു പെർഫ്യൂമിൻ്റെ സ്റ്റോറാണ്. റാഫിസ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ ഈ സ്റ്റോർ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോർ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, അങ്ങനെ ഒരു സ്റ്റോർ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോഴ്സിലേക്ക് വരിക, നമുക്ക് വേണ്ട സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് സ്റ്റോർ കൊടുക്കാം. നമുക്ക് ക്രിയേറ്റ് സ്റ്റോർ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. എമൗണ്ട് 20 രൂപ നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കത് തുടക്കത്തിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മളോട് ആദ്യത്തെ സ്റ്റെപ്പ് ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ഓൺലൈൻ സ്റ്റോർ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ ഫുള്ളി കസ്റ്റമൈസബിൾ വെബ്സൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ, എങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഓൺലൈൻ സ്റ്റോറാണ് വേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവർ ചോദിക്കും നമ്മുടെ എന്താണ്, പുതിയ ബിസിനസ് വേണ്ടിയിട്ടാണോ അത് എക്സിസ്റ്റിംഗ് ബിസിനസ് വേണ്ടിയിട്ടാണോ. അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്തും കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഴ്സായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. പിന്നെ നമ്മളത് സർവീസായിട്ട് ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മളപ്പോൾ ഇവിടെ വരുന്ന ന്യൂ ബിസിനസ് ഐഡിയ ആണ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കും പ്രോഡക്റ്റ്സ് എങ്ങനെ നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണോ അതോ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഡക്റ്റ് ആണോ. നമ്മൾ പറയാം നമ്മുടെ ഓൺ പ്രോഡക്റ്റാണ്, ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഡക്റ്റും ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൈറ്റിലേക്ക് വീണ്ടും നമ്മുടെ സൈറ്റ് ബിൽഡായിക്കൊണ്ടിരിക്കുകയാണ്. യു ആർ ഓൾ സെറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പരിപാടി. നമുക്ക് നേരെ ഇവിടെ ഓൺലൈൻ സ്റ്റോറിലേക്ക് പോവാം. ഓൺലൈൻ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു തീം ബിൽഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു തീം വന്നിട്ടുണ്ട്. ഇതാണ് ആ തീം എന്ന് പറയുന്നത്. കസ്റ്റമൈസ് ആണ് ഇത് ചെയ്യാൻ പോകുന്നത് നമ്മൾ. ഈ തീം ഇത് ഡോൺ എന്ന് പറഞ്ഞ ഒരു ഫേമസ് തീമാണ്. നമുക്ക് ഏത് തീം വേണമെങ്കിലും നമുക്ക് തീം ലൈബ്രറിയിൽ നിന്ന് എടുക്കാം. ഇവിടെ കുറേ ഫ്രീ തീമുകളുണ്ട്. നമുക്കിതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ ഈ സേവർ എന്ന് പറഞ്ഞ തീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഇതുപോലൊരു സൈറ്റ് ബിൽഡ് ചെയ്യാം. അപ്പോൾ ഉണ്ടോ, ഇത് എല്ലാം നല്ല രസമാണ്. എല്ലാ തീമുകളും നമ്മുടെ ഇഷ്ടത്തിന് ബിൽഡ് ചെയ്യാം. ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഡോൺ എന്ന് പറയുന്ന ഈ ഒരു തീമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു തീം നമുക്ക് സെലക്ട് ചെയ്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പോവാണ്. കസ്റ്റമൈസ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാം. ഉണ്ടോ, ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ബാർ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് ഫ്രീ ഡെലിവറി എന്നല്ലെങ്കിൽ വെൽക്കം ടു അവർ സ്റ്റോർ, ഫ്രീ ഡെലിവറി അവൈലബിൾ എന്ന് കൊടുക്കുക. കണ്ടോ, ഫ്രീ ഡെലിവറി അവൈലബിൾ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ വരും. കണ്ടോ, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കോഡിംഗ് ഒന്നും വേണ്ട.
ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കണ്ടോ ഇവിടെ ഇമേജസിന് പകരം നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യാം. സെലക്ട് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം. നമ്മുടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണ്ട ഇമേജ്. ഏത് ഇമേജാണ് വേണ്ടത് അത് നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു ഷൂസിൻ്റെ സ്റ്റോറാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു ഷൂസിൻ്റെ കുറച്ച് ഇമേജസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാനതെടുത്ത് ഈ ഒരു ഇമേജാണ് ഞാൻ കവർ പേജിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. സ്നീക്കർ ബിസിനസ് നല്ല നല്ല പൈസ കിട്ടുന്ന ഓൺലൈൻ സ്റ്റോറുകളാണ് ഇങ്ങനെയുള്ള. നമുക്ക് ലക്ഷങ്ങൾ മുടക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ വന്നു. ഇനി ഇവിടെ നമുക്ക് നേരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇമേജസ് ഇവിടെ ആഡ് ചെയ്യാം. കണ്ടോ, ഇവിടെ ഓൾറെഡി ഫീച്ചേർഡ് പ്രോഡക്റ്റ് എന്നും പറഞ്ഞൊരു സെഷൻ വന്നു കഴിഞ്ഞു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെഷൻ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇത് വേണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ഒരു സൈറ്റിൻ്റെ ലുക്ക് വരും. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോയെങ്കിൽ നമുക്ക് അൺഡു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സൈറ്റ് ഇവിടെ വരും. നമുക്കിവിടെ ആഡ് ചെയ്യേണ്ട പ്രോഡക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. നമുക്ക് പോൾ പ്രോഡക്ട്സ് ആണ് ഇവിടെ വരുന്നത്. അതിന് നമുക്ക് ഏത് പ്രോഡക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഏത് ഇമേജാണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാം. അപ്പം നമുക്കിവിടെ ഇമേജൊന്നും നമ്മൾ ഇതിനു മുമ്പ് ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇതിങ്ങനെ തന്നെ നമ്മൾ ബ്ലാങ്ക് ആക്കി ഇട്ടിട്ട് നമ്മളിത് ജസ്റ്റ് ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മളെ മൊബൈൽ വ്യൂവിൽ ഇത് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് വ്യൂവിൽ മൊബൈൽ വ്യൂവിൽ ഇത് കാണാൻ പറ്റും. ഓൾറെഡി മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കാറ്റലോഗ് അതെല്ലാം അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ വീണ്ടും എക്സിറ്റ് അടിച്ചിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്ന കോളത്തിൽ വരാം. കോളത്തിൽ വന്നിട്ട് നമ്മൾ ആഡ് പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് അവിടെ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സ്നീക്കർ ഷൂ ആണ് നമ്മൾ സെല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് എടുക്കും, സ്നീക്കർ ഷൂ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ പാരഗ്രാഫ് കൊടുക്കുക, സ്നീക്കർ ഷൂ ബെസ്റ്റ് പ്രൈസ് എന്നൊക്കെ ജസ്റ്റ് കൊടുക്കുക. നമുക്ക് നല്ല ഡീറ്റെയിൽഡ് കൊടുക്കാം. ഇത് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് കണ്ടോ, ഇവിടെ ഷൂസ് എന്ന് കൊടുത്തു, സ്നീക്കേഴ്സ് എന്ന് കൊടുത്തു, ബെസ്റ്റ് പ്രൈസ് എന്ന് കൊടുത്തു. ഇത് AI ആണ്. ഇത് AI ബാക്കി ജനറേറ്റ് ചെയ്തോളൂ. നമുക്ക് വേണ്ട കണ്ടൻറ്റ് AI ജനറേറ്റ് ചെയ്യും. സോ അടിപൊളിയല്ലേ. ഇത് നമ്മളിവിടെ കീപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഇതിൻ്റെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വന്നു. ഇത് നമ്മൾ SEOയിൽ ചെയ്യുമ്പോൾ നമ്മളെ നന്നായിട്ട് സഹായിക്കും. ഈ മീഡിയ എടുക്കുന്ന നമ്മളിപ്പോൾ ഇവിടെ പ്രോഡക്റ്റിൻ്റെ പേര് ഓൾറെഡി അടിച്ച് നമ്മൾ ആ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ഏത് പ്രോഡക്റ്റാണോ അത് നമ്മളിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഉണ്ടോ, ഞാനൊരു ഷൂസിൻ്റെ പിക്ചർ അപ്ലോഡ് ചെയ്ത് അതിവിടെ വന്ന്. ഇനി നമുക്ക് അതിന് പ്രൈസ് കൊടുക്കാം. നമ്മളെ പ്രൈസിങ് എന്ന് പറയുന്നത് 499 ആണ്. കമ്പയർ പ്രൈസ് എന്ന് പറയുന്നത് 799 ആണ്. നമ്മളപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കോസ്റ്റ് പെർ ഐറ്റം, ഇപ്പോൾ നമുക്ക് തന്നെ ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് വർക്ക് ചെയ്യുന്നത് കണ്ടോ. ഇതിൻ്റെ കോസ്റ്റ് പെർ ഐറ്റം നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളതാണ്. ആക്ച്വലി ഇതിന് നമുക്ക് വന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 299 ആണ്. പക്ഷെ നമ്മുടെ പ്രോഫിറ്റ് വരുന്നത് 200 ആണ്. അതെല്ലാം ഇതിനകത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഷോപ്പിഫൈയുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയും കൊടുത്തിട്ട് നമുക്കിവിടെ ബാക്കി എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. വൈറ്റ്, ലൈസപ്പ്, അത്ലറ്റിക്, എന്ത് ടൈപ്പാണ്, റൗണ്ട്. ഇനി നമുക്കിവിടെ ആക്ടിവിറ്റി, ഹീൽ, ഹൈറ്റ്, ടൈപ്പ്, അങ്ങനെ എല്ലാം ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ പ്രൈസ് നമ്മൾ 499 കൊടുത്തു, 799 ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. നമ്മളിപ്പോൾ പ്രൈസിങ് അങ്ങനെ കൊടുത്തു. ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ പ്രൈസിങ് കൊടുത്തു, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നേരെ നമുക്ക് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോഡക്റ്റ് ഇതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും. ഓൺലൈൻ സ്റ്റോറിൽ പോകുന്നു, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ കൊടുത്ത പ്രോഡക്റ്റ് അവിടെ വന്നു കഴിഞ്ഞു. കണ്ടോ, ഭയങ്കര ഈസി ആയിട്ട് എൻ്റെ ആക്ച്വൽ പ്രൈസ് വെട്ട് ചെയ്തിട്ട് സ്ട്രൈക്ക് ത്രൂ കൊടുത്തിട്ട് ഇവിടെ 499 നമുക്ക് ഈ പ്രോഡക്റ്റ് കാണാം. ഇതിൻ്റെ പ്രോഡക്റ്റ് പേജൊക്കെ നല്ല രസമാണ്. ഈ ഒരു തീമിൻ്റെ ഇത് നമ്മൾ എത്രമാത്രം കസ്റ്റമൈസ് ചെയ്യുന്നു അതേപോലെ ഈ സൈറ്റും കസ്റ്റമൈസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കാറ്റഗറി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നിലധികം ഇതിന് ഷോപ്പിഫൈയിൽ കാറ്റഗറിക്ക് കളക്ഷൻസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കളക്ഷൻ ആഡ് ചെയ്യുന്നത് ആ കളക്ഷൻ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു കളക്ഷനായിട്ട് വന്ന് കിടക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ നമ്മൾ സ്നീക്കർ
ഷൂസ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി കൊടുത്തു. വി ആർ സെല്ലിങ് ബെസ്റ്റ് ക്വാളിറ്റി സ്നീക്കേഴ്സ് ഇൻ കേരള. ജസ്റ്റ് ഒന്ന് കൊടുത്തു ബൈ ഓൺലൈൻ. ജസ്റ്റ് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ മസ്റ്റാണ്, അതുകൊണ്ട് മാത്രമേ ഇത് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ബ്രൗസ് ചെയ്യാം. അപ്പോൾ ഉണ്ടോ, നമുക്ക് ഓൾറെഡി ഒരു സ്നീക്കർ ഷൂ ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ അപ്ലോഡ് ചെയ്ത പ്രോഡക്റ്റ് നമ്മളൊരു കാറ്റഗറിയുടെ അണ്ടറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ, അപ്പോൾ സ്നീക്കർ ഷൂ വന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് നമ്മുടെ കാറ്റഗറി ഇമേജായിട്ട് അവിടെ കിടക്കും. എന്നിട്ട് നമുക്കിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ ഒന്നിലധികം നമ്മുടെ പ്രോഡക്റ്റ് വന്ന് കിടക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതേപോലെ തന്നെ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യാനും പറ്റും. കണ്ടോ നമ്മളെ സ്നീക്കർ ഷൂ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഓരോ ഇതനുസരിച്ചിട്ട് ഓരോ കാറ്റഗറി അനുസരിച്ച് നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാനും അത് കാറ്റഗറി വൈസ് കൊടുക്കാനും എല്ലാം നമുക്ക് സാധിക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഷോപ്പിഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ടോ, സ്നീക്കർ ഷൂസ് ഇവിടെ ഹെഡിങ് വന്ന് അതിൻ്റെ അണ്ടറിൽ ഓരോ പ്രോഡക്റ്റുകളും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ച് ഒന്നിലധികം കാറ്റഗറികളനുസരിച്ച് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻവെൻട്രിക്ക് മനസ്സിലാക്കാൻ പറ്റും, പർച്ചേസ് ഓർഡർ എടുക്കാൻ പറ്റും. അതെല്ലാം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഒന്നിലധികം കാറ്റഗറികൾ ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അങ്ങനെ നമുക്കൊരു നല്ലൊരു ഓൺലൈൻ സ്റ്റോർ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ളത് പഠിക്കാം. ഇനി നിങ്ങൾക്കത് പെയ്ഡ് കോഴ്സ് ഉണ്ട്, അതായത് ഒരു മെൻറ്ററുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇ-കൊമേഴ്സ് ബിസിനസ് പഠിക്കാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇനിയും ഷോപ്പിഫൈനെ കുറിച്ചിട്ട് കൂടുതൽ ക്ലാസ്സുകൾ ഇതുപോലെയുള്ള മലയാളം ലാംഗ്വേജിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലായെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതും പറയണം. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലും ഷോപ്പിഫൈനെ കുറിച്ചും ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ചും മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് നിങ്ങൾ ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെന്നെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.